നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എടത്തിരുത്തിയിൽ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. എരുമപ്പെട്ടി മുരിങ്ങാത്തേരിയിൽ വീടിന്റെ ടെറസിന്റെ ഗോവണിയിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. ചാഴൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ വിദ്യാർത്ഥിയെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 2 കിലോ കഞ്ചാവുമായി ഒഡീഷ്യ സ്വദേശി ചന്ദ്രകാന്ത് സബരനെ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. എടത്തിരുത്തിയിൽ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. 2ാം വാർഡിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന ഇൻഷാദ് വലിയകത്തിന്റെ പത്രികയാണ് തള്ളിയത്. ക്രിമിനൽ കേസ് ഇരിഞ്ഞാലക്കുട സെക്ഷൻസ് കോടതി 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. അത് അയോഗ്യതയായി പരിഗണിച്ച് തിങ്കളാഴ്ച രാവിലെ എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന ഹിയറിംഗിന് ശേഷമാണ് റിട്ടേണിംഗ് ഓഫീസർ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. ഇതോടെ ഡമ്മിയായി നാമനിർദ്ദേശ പത്രിക നൽകിയ ഷാജഹാൻ പുഴങ്കരയില്ലത്ത് 2ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. എരുമപ്പെട്ടി മുരിങ്ങാത്തേരിയിൽ വീടിന്റെ ടെറസിന്റെ ഗോവണിയിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. കങ്കാലത്ത് വീട്ടിൽ 65 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. ടെറസിൽ നിന്ന് കൈവരിയില്ലാത്ത ഗോവണിയിലൂടെ ഇറങ്ങുന്നതിനിടയിൽ താഴേക്ക് വീഴുകയായിരുന്നുവെന്ന് കരുതുന്നു. അപസ്മാര രോഗിയാണ് ചന്ദ്രൻ. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ചന്ദ്രന്റെ ഭാര്യ രാവിലെ ജോലിക്ക് പോയതായിരുന്നു. ചന്ദ്രൻ ടെറസിന് മുകളിൽ നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. നാട്ടുകാരാണ് താഴെ മരിച്ചു വീണ നിലയിൽ കണ്ടത്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാഴൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ വിദ്യാർത്ഥിയെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവൂർ സ്വദേശിയായ 14-കാരനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച വൈകിട്ട് അച്ഛനെ അന്വേഷിച്ചാണ് പോലീസ് വീട്ടിൽ വന്നത്. പോലീസിനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ നീ ആരാണ് ഇതെല്ലാം ചോദിക്കാനെന്ന് പറഞ്ഞ് ജീപ്പിൽ നിന്നിറങ്ങിയ അന്തിക്കാട് SI കാലിൽ ചവിട്ടുകയും പിന്നീട് വീടിനകത്തേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ടതായും പറയുന്നു. തുടർന്ന് ഞായറാഴ്ച തന്നെ വിദ്യാർത്ഥി ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 2 കിലോ കഞ്ചാവുമായി ഒഡീഷ്യ സ്വദേശി ചന്ദ്രകാന്ത് സബരനെ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും മേഖലയിൽ യുവാക്കൾക്കിടയിലും കഞ്ചാവ് വിൽപ്പന നടത്തുന്ന കണ്ണീര് പ്രധാന പ്രതിയാണ് അറസ്റ്റിലായ പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. വരാക്കര പുളിഞ്ചോട് മദ്യലഹരിയിൽ മകൻ അച്ഛനെ കുത്തി പരിക്കേൽപ്പിച്ചു. പുളിഞ്ചോട് ചുക്കൻമേട്ടിൽ ഗോപാലിനാണ് പരിക്കേറ്റത്. നെഞ്ചിൽ കുത്തേറ്റ ഗോപാലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകൻ വിനേഷിനെ വരന്തരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാലക്കുടി KSRTC റോഡിൽ തെങ്ങ് കടപുഴകി വീണ് സൈക്കിളിൽ സഞ്ചരിച്ചിരുന്ന 2 പേർക്ക് പരിക്ക്. KSRTC സ്റ്റാൻഡിന് സമീപം സോളമൻ അമന്യുവിൽ അന്നാമംഗലത്ത് വീട്ടിൽ അയറിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. സമീപത്തെ കനാൽ ബണ്ട് റോഡിലൂടെ സൈക്കിളിൽ പോകുന്നതിനിടയിലാണ് തെങ്ങ് മറിഞ്ഞു വീണത്. തെങ്ങിനടിയിൽപ്പെട്ട് സൈക്കിൾ പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ടെത്തിയ പരിസരവാസികളാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത്. തെങ്ങ് വീണതിനെ തുടർന്ന് വൈദ്യുതി കമ്പികൾ പൊട്ടി വീണു. അരിമ്പൂർ മനക്കൊടി കരാട്ടേക്കോൾ പടവിൽ ചങ്ങാടത്തിൽ ചാൽ മുറിച്ചു കിടക്കുന്നതിനിടെ ചങ്ങാടം മുറിഞ്ഞ് മോട്ടോർ ഓപ്പറേറ്റർ മുങ്ങി മരിച്ചു. നെടുമ്പുഴ സ്വദേശി 55 വയസ്സുള്ള തെക്കൻ വീട്ടിൽ സന്തോഷാണ് മരിച്ചത്. ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായ സന്തോഷ് നെടുമ്പുഴ ബണ്ടിൽ ഓട്ടോ ഇട്ട ശേഷം ചങ്ങാടത്തിലാണ് മനക്കൊടി പടവിലേക്ക് പോകുന്നത്. മനക്കൊടി പടവിൽ എത്തിയ ശേഷം തിരികെ നെടുപുഴയിലേക്ക് മടങ്ങുന്നതിനിടെ ചങ്ങാടത്തിൽ വെച്ച് വെള്ളത്തിലേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വെള്ളത്തിൽ നിന്നെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആലപ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാല സേവനത്തിന് സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. രാത്രികാലങ്ങളിൽ ഡോക്ടർ ഡ്യൂട്ടിക്കുള്ളതിനാൽ നിരവധി പേരാണ് അടിയന്തര ചികിത്സയ്ക്ക് ഇവിടെ എത്തുന്നത്.
ലഹരി ഉപയോഗിച്ച് പലരും എത്തുന്ന സാഹചര്യത്തിൽ സുരക്ഷയ്ക്കായി നടപടി വേണമെന്നാണ് ആവശ്യം. UDF കൈപ്പമംഗലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ KV അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്, KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി, DCC ജനറൽ സെക്രട്ടറിമാരായ PMA ജബ്ബാർ, KM ഡൊമിനിക്, PJ പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. നടത്തറ ജംഗ്ഷനിൽ വാഹനാപകടം. ലോറിയുടെ പിന്നിൽ മറ്റൊരു ലോറി ഇടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ മലപ്പുറം മഞ്ചേരി സ്വദേശി മുഹമ്മദ് റഫീസിനെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തിയിൽ പിക്കപ്പ് വാനും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. മണിക്കൂറുകളോളം പിക്കപ്പ് വാനിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിശമന ഉദ്യോഗസ്ഥരെത്തിയാണ് പുറത്തെടുത്തത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിക്കായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ പൂർണ്ണമായും തകർന്നു. ആനക്കയത്തെ കുമ്മാട്ടിക്കലുങ്ങിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാത്തതുമൂലം മലയോര മേഖലയായ മലക്കപ്പാറ ഒറ്റപ്പെട്ടു. KSRTC അടക്കമുള്ള സർവീസ് ബസ്സുകൾ മാത്രമാണ് സംസ്ഥാന അതിർത്തി കൂടിയായ മലക്കപ്പാറയിൽ ഇപ്പോൾ എത്തുന്നത്. നവംബർ 10 കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പായില്ല. കലുങ്ക് നവീകരണത്തിനായി ബദൽ സംവിധാനം ഒരുക്കുന്നതിന് വനം വകുപ്പ് ഇതുവരെയും അനുമതി നൽകിയില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പറയുന്നു. ചേർപ്പ് പൂച്ചുണ്ണിപ്പാടത്ത് നടുറോഡിൽ സ്കൂട്ടർ യാത്രികനും ഓട്ടോ ഡ്രൈവറും തമ്മിൽ കയ്യാങ്കളി. ഓട്ടോറിക്ഷ എതിർവശത്ത് കയറി വന്നതിനെ തുടർന്നാണ് കയ്യാങ്കളിയായത്. ബൈക്ക് യാത്രക്കാരൻ ഹെൽമറ്റ് ഊരി ഓട്ടോറിക്ഷ ഡ്രൈവറുടെ തലക്കടിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂട്ടർ യാത്രികൻ വിയൂർ കോട്ടൂർ സ്വദേശി തോട്ടുവാറ വീട്ടിൽ ജിതനെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്തു. ഓട്ടോ ടാക്സി ഡ്രൈവർ കരുവന്നൂർ എട്ടുമുന സ്വദേശി പുലാക്കൽ മുഹമ്മദ് അലിയെയാണ് കൈകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും യുവാവ് ആക്രമിച്ചത്. തൃശൂർ ചെമ്പൂക്കാവ് മൃഗശാലയിലെ ആൺകടുവ ചത്തു. ശനിയാഴ്ച രാത്രിയിലാണ് ഋഷിരാജ് എന്ന ആൺകടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. 3 മാസത്തോളമായി പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു. തീർത്തും ചലനശേഷിയില്ലാത്ത കടുവയ്ക്ക് വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുകയായിരുന്നു. കടുവയ്ക്ക് ഇപ്പോൾ ഏകദേശം 25 വയസ്സ് പ്രായമുണ്ട്. വടക്കാഞ്ചേരി പുളിഞ്ചോട് ബസ് മരത്തിലിടിച്ച് 16 പേർക്ക് പരിക്കേറ്റു. തൃശൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോയിരുന്ന ഷോണി എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. എതിരെ നിന്ന് ബൈക്ക് ഓവർടേക്ക് ചെയ്തു വന്നപ്പോൾ ബസ് ഇടതുവശത്തേക്ക് വെട്ടിച്ചതാണ് അപകട കാരണം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദൈവാലയത്തിൽ ഈശോയുടെ രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദൈവാലയത്തിൽ ഈശോയുടെ രാജ്യത്വ തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റാലി നടത്തി. റാലി സമാപനത്തിൽ കണ്ടശങ്കടവ് ഫെറോന വികാരി, തൃശൂർ അതിരൂപത വിശ്വാസ പരിശീലന മുൻ ഡയറക്ടറുമായ റഫറന്റ് ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ തിരുനാൾ സന്ദേശം നൽകി. ക്രിസ്തുരാജിന്റെ ഫാൻസി ഡ്രസ് മത്സരവും ഇതോടൊപ്പം അരങ്ങേറി. പഴുവിൽ ഫെറോന വികാരി റഫറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ മാത്യു ഇരുമ്പൻ, സുനിൽ കുറ്റിക്കാടൻ, ജെയിംസ് തട്ടിൽ, ആൻഡോ ചാലിശ്ശേരി, വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ പോളി ജോൺസൺ, PTA പ്രസിഡന്റ് ഷേണോ തട്ടിൽ, വിശ്വാസ പരിശീലകർ, പാരന്റ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തിയേറ്റർ നടത്തിപ്പുകാരനെ ആക്രമിച്ച സംഭവം 4 പേർ കസ്റ്റഡിയിൽ. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിൽ. കൊട്ടേഷൻ നൽകിയ ആളും കസ്റ്റഡിയിൽ. മണ്ണുത്തി സ്വദേശി സിജോയും സംഘവുമാണ് പിടിയിലായത്. കൊട്ടേഷൻ 3 ലക്ഷത്തിന് നൽകിയത് പ്രവാസി വ്യവസായി. സുനിലിനെ വെട്ടാൻ കാരണം സാമ്പത്തിക ഇടപാട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലപ്പാട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ അവാർഡിന് അർഹരായ കുട്ടികൾക്കുള്ള മൊമെന്റോയും കേശ് അവാർഡും നിയോജക മണ്ഡല ചെയർമാൻ KK ഭാഗ്യനാഥൻ വിതരണം ചെയ്തു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും യോഗത്തിൽ ആദരിച്ചു. യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ കാവുങ്ങൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് MA റിഹാസ്, വനിതാ വിംഗ് പ്രസിഡന്റ് VM സീനത്ത്, എടമുട്ടം യൂണിറ്റ് പ്രസിഡന്റ് PN സുജിന്ത്, പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ, KV ബാബു, RA മുഹമ്മദ്, KJ ശ്രീരാജ്, KS സുനിൽ കുമാർ, PM ബഷീറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. അങ്ങനെ ഒട്ടനവധി ആളുകളുടെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്താണ് നമ്മുടെ രാഷ്ട്രം നമ്മെ വിട്ടുപിരിഞ്ഞത്. എന്തായാലും നേരത്തെ ഷാജി സൂചിപ്പിച്ചതുപോലെ
ഈ പ്രദേശത്ത് ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കാൻ എന്നും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ട്. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ സഹകരിക്കുമ്പോഴാണ് പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയാകുന്നത്. UDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ചന്ദ്രാപിന്നി ചുപ്പിമാളിൽ നടന്ന കൺവെൻഷൻ AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സജയ് വൈനപ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ നൌഷാദ് ആറ്റുപറമ്പത്ത്, SA സിദ്ദിഖ്, K ദിലീപ് കുമാർ, അനിൽ പുളിക്കൽ, PD സജീവ്, KK രാജേന്ദ്രൻ, ഉമറുൽ ഫാറൂഖ്, EK മുഹമ്മദ് ഹാജി, അഡ്വക്കേറ്റ് ഡേവിസ് മാളിയേക്കൽ, സലീം പുറക്കുളം, TA നസീമുദ്ദീൻ, PM സലീം തുടങ്ങിയവർ സംസാരിച്ചു. സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ നിരവധിയാണ് നമ്മുടെ ഈ പ്രദേശത്ത്. വീടില്ലാത്ത, വീടിന് സ്വന്തമായി 1 സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത നിരാലംബരായ നിരവധി ആളുകളുള്ളൊരു സ്ഥലമാണ് എടത്തുരുത്തി പഞ്ചായത്ത്. കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ പിന്നോക്ക ദുർബല ജനവിഭാഗങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പഞ്ചായത്ത്. ഗൾഫ് രാജ്യം ഉണ്ടായതുകൊണ്ട് ഗൾഫ് രാജ്യത്ത് പോകാൻ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കുറേ സൗകര്യമുണ്ടായതുകൊണ്ട് കുറച്ച് പേര് പട്ടിണി കിടക്കാതെ ജീവിക്കുന്നു എന്നത് കഴിഞ്ഞാൽ കൃഷിയെയും നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനമായ നെൽകൃഷി പരിപൂർണമായും തകർന്നു പോയി. തെങ്ങ് കൃഷി ഉൾപ്പെടെയുള്ള ഇടവിള കൃഷികളെല്ലാം ഇന്ന് വളരെ പ്രാരാബ്ധത്തിലാണ്. നാളികേരം സംഭരിക്കാൻ പോലും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ അവരുടെ കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളോ ഇപ്പോഴും നാളികേരം പോലും സംഭരിക്കാതെ തെങ്ങ് കൃഷിക്കാരൻ വളരെയേറെ പ്രയാസപ്പെടുകയാണ്. കർഷക തൊഴിലാളികളാണെങ്കിൽ അവർക്ക് ആവശ്യമായ ജീവിതമാർഗമില്ലാതെ വീർപ്പുമുട്ടുന്നു. ഇങ്ങനെ പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു അർദ്ധതീരദേശ പ്രദേശം കൂടിയാണ് നമ്മുടെ എടത്തുരുത്തി പഞ്ചായത്ത്. ഒരു പാർട്ടി 20 വർഷം ഈ പഞ്ചായത്ത് ഭരിച്ചു എന്ന് ആലോചിക്കണം. ഈ 20 വർഷക്കാലത്തിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പ്ലാൻ ഫണ്ടുകളും നോൺ പ്ലാൻ ഫണ്ടുകളും ഉൾപ്പെടെയുള്ള പദ്ധതി വിഹിതമായി ബഡ്ജറ്റ് നിയമസഭയും പാർലമെൻറ്റും പാസ്സാക്കിയ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള വിവിധ സ്കീമുകളിലൂടെ ഈ പഞ്ചായത്തിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് എത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടത്തുരുത്തിയിൽ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. എരുമപ്പെട്ടി മുരിങ്ങാത്തേരിയിൽ വീടിന്റെ ടെറസിന്റെ ഗോവണിയിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. ചാഴൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ വിദ്യാർത്ഥിയെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 2 കിലോ കഞ്ചാവുമായി ഒഡീഷ്യ സ്വദേശി ചന്ദ്രകാന്ത് സബരനെ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.